ഹായ് ഫ്രണ്ട്സ്, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പറ്റുമോ? യാ ഷുവർ, നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. വെറുതെ ക്ലാസ് മാത്രം കണ്ടതുകൊണ്ട് യൂസ്ഫുൾ ആകില്ല. കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് തിങ്, നിങ്ങളിപ്പോൾ ടെൻഷനൊക്കെ അടിച്ച് അങ്ങനെ ടെൻസ്ഡായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദറ്റ് മെ നോട്ട് വർക്ക് ഔട്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പഠനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, അത്ര ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ ആദ്യം തന്നെ എന്ത് ജോലിയാകട്ടെ നിങ്ങൾ ചെയ്യുന്നത് അതെല്ലാം മാറ്റിവെച്ച് 1 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് കണ്ടെത്തണം. അതേത് സമയമാവട്ടെ, 1 മണിക്കൂർ ടൈം ഇതിനു വേണ്ടി. ഇപ്പം നിങ്ങൾ ഇത്തിരി ബിസിയുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണണ്ട, നിങ്ങൾക്ക് പിന്നെ കാണാം. അപ്പോൾ 1 മണിക്കൂർ സമയം ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും എന്നുള്ള സമയത്ത് മാത്രം ഇത് കാണുക. ആൻഡ് ദെൻ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എടുക്കുക. ദെൻ വട്ടെവർ ഐ എം ടെല്ലിങ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നോട്ട് ചെയ്യുക. നമ്മളിവിടെ ഗ്രാമറൊന്നും പഠിക്കുന്നില്ല കേട്ടോ. ഗ്രാമറും പ്രൊനൗൺസിയേഷൻ ഇതൊന്നുമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ടോക്ക്. നമ്മൾ ഒന്ന് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഫ്ലുവൻ്റ് ആയിട്ടാണോ ആദ്യം പഠിക്കുന്നത്? നോ, ഒത്തിരി മിസ്റ്റേക്സാരാണ് പഠിക്കുന്നത്. ആൻഡ് ദെൻ സംസാരിച്ച് ശ്രദ്ധിച്ച് ആ കൊച്ച് പിന്നീട് ഫ്ലുവൻ്റായിട്ട് തെറ്റുകളില്ലാതെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇതൊരു ലൈവ് ക്ലാസ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ചെയ്ത അതേ പാറ്റേൺ ആണ്, അതേ മെത്തേഡാണ്. ആദ്യം മലയാളത്തിൽ ഒരു സെൻറ്റൻസ് ഞാൻ കാണിക്കും, എന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു 10 സെക്കൻഡൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ സമയം പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന മലയാളം സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലോട്ട് ആക്കുക. ഓക്കെ, ഇന്നൊരു വെറൈറ്റിയാണ് കേട്ടോ, കാരണം നമ്മളിന്നൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ പരിപാടികളല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് സ്റ്റോറി രൂപത്തിൽ നമുക്കിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 10-20 സെൻറ്റൻസസൊക്കെ നമുക്ക് ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് മലയാളത്തിൽ വയ്ക്കും, അത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. അതെങ്ങനെയാണ് ആ സെൻറ്റൻസ് ഫോം ചെയ്തതെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്ന സെൻറ്റൻസസിൽ എന്താണ് കറക്ഷൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോയുടെ അവസാനം നമുക്കിതൊരു സ്റ്റോറി ടെല്ലിംഗ് ആക്കി മാറ്റണം. ഓക്കെ, യാ, കീപ് ഗോയിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്റ്റോറി ആയാലോ. ഒരു ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റു. ഞാനിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. ശരിയാകട്ടെ തെറ്റാകട്ടെ ആൻസർ നോക്കരുത്, ഒന്ന് നിങ്ങളുടേതായ ഇംഗ്ലീഷിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ഒരു ദിവസം, വൺ ഡേ, ഞാൻ, വളരെ, വെരി, സന്തോഷത്തോടെ, ഹാപ്പി, എഴുന്നേറ്റു, വോക്കപ്പ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേക്കപ്പ് എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലയാളത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റു എന്ന് പറയുന്നത് കഴിഞ്ഞുപോയി, അല്ലേ? ഇപ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതല്ല, കഴിഞ്ഞുപോയി. അപ്പോൾ അതൊരു പാസ്റ്റാണ്. നമ്മളിവിടെ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും അങ്ങനെ എടുത്തൊന്നും പഠിക്കുന്നില്ല, പക്ഷെ ഓരോ സെൻറ്റൻസിലും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയ ഒരു കാര്യമായതുകൊണ്ട് വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക, ഇപ്പോൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് കഴിഞ്ഞു പോയതായതുകൊണ്ട് വേക്കപ്പ് എന്നുള്ളിടത്ത് വോക്കപ്പ് എന്നാവും.
ഓക്കെ. പിന്നെ വൺ ഡേ, ഒരു ദിവസം, അത് നമ്മൾ മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലൊക്കെ ആദ്യം ആ വൺ ഡേ എടുത്ത് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെയാണ് നമ്മുടെ സബ്ജക്റ്റിന് അവിടെ എഴുതേണ്ടത്. സബ്ജക്റ്റ് ആരാ? ഐ, ഹി, ഷീ, പേരുകളൊക്കെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ഐ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. വോക്കപ്പാണ് എന്ത്? പഠിച്ചവർക്ക് അറിയാലോ, വെർബ്. യാ, കറക്റ്റ്. വളരെ സന്തോഷത്തോടെ, അതാണ് നമ്മൾ ലാസ്റ്റ് വെരി ഹാപ്പി എന്ന് വെച്ചത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇതേ സെൻറ്റൻസിൽ തന്നെ ചിലവരെങ്കിലും എഴുതില്ലേ, വൺ ഡേ വെരി ഹാപ്പി ഐ വോക്കപ്പ്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാത്തത്? വൺ ഡേ വെരി ഹാപ്പി ഐ വോക്കപ്പ്. അങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാത്തത്? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ഞാൻ പറയാം. ഇവിടെ വൺ ഡേ, ഓക്കെ, നമുക്ക് വൺ ഡേ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഫസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഇവിടെ നമ്മുടെ ഡൗട്ട് വരുന്നത് വെരി ഹാപ്പി വോക്കപ്പ് എന്ന് എഴുതിയാൽ പോരെ എന്നുള്ളതാണ്. അല്ല, ഇംഗ്ലീഷിന് ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് എപ്പോഴും ഐ ആണ് എഴുതുക, മീൻസ് സബ്ജക്റ്റ് ആണ് എഴുതുക. ഓക്കെ, സബ്ജക്റ്റ്. അതിന് ശേഷമാണ് വെർബ്. പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും, അതിനുശേഷം കോംപ്ലിമെൻ്ററി വേർഡാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. കോംപ്ലിമെൻ്ററി വേർഡ് നമ്മുടെ സെൻറ്റൻസ് ഹാപ്പി, അതൊരു കോംപ്ലിമെൻ്റ് ആണ്. സാഡ് ഒരു കോംപ്ലിമെൻ്റ് ആണ്. ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ കോംപ്ലിമെൻ്ററി വേർഡ്സുകളുണ്ട്. അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? സബ്ജക്റ്റ്, വെർബ്, കോംപ്ലിമെൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത്. അതിനുശേഷം എന്താ ഉണ്ടായേ? കാലാവസ്ഥ. ഓക്കെ, എഴുന്നേറ്റില്ലേ നമ്മൾ? എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ തണുപ്പും മനോഹരവുമായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിലാക്കാം? കാലാവസ്ഥ, ദ വെദർ. തണുപ്പ്, കോൾഡ്. മനോഹരമായിരുന്നു, ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്? ദ വെദർ വാസ് കൂൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ചിലവരൊക്കെ കോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയുക? കൂൾ എന്ന ഒരു കൂളർ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ നമുക്ക് കൂൾ എന്ന വേർഡായിരിക്കും ഉചിതമായിട്ട് വരിക. വാട്ടർ ഈസ് കോൾഡ്, അത് ഓക്കെയാണ്. വെദർ ഈസ് കൂൾ, ഓക്കെ. അപ്പോൾ ദ വെദർ വാസ്, എന്താ വാസ് വന്നേ? കഴിഞ്ഞു പോയി അല്ലേ? തണുപ്പുമായിരുന്നു, മനോഹരമായിരുന്നു അല്ലേ? ആയിരുന്നു, ആ വാക്കാണ് വാസ്. ആണ് എന്ന് പറയണമെങ്കിൽ അപ്പോൾ എന്ത് പറയണമായിരുന്നു? ഈസ് എന്ന് പറയണമായിരുന്നു അല്ലേ? ഇപ്പോൾ നടക്കുന്ന കാര്യമാണെങ്കിൽ ഈസ് എന്ന് പറയണമായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞു പോയൊരു കാര്യമായതുകൊണ്ട് വാസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കൺജക്ഷൻ വേർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ? കൂൾ, അതുപോലെ ബ്യൂട്ടിഫുൾ, രണ്ട് വാക്കുകളുണ്ട് അല്ലേ? വളരെ മനോഹരമായതും അതുപോലെ തന്നെ തണുപ്പുള്ളതും. ആ ഒരു എന്ന് നമ്മൾ ഇടയിൽ പറഞ്ഞു. തണുപ്പും മനോഹരവും, രണ്ട് വാക്കുകളില്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വാക്കാണ് ആൻഡ്. ക്ലിയർ? അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായേ? നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ നല്ല കോൾഡായിരുന്നു, സ്ഥലമൊക്കെ മനോഹരമാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, ഇംഗ്ലീഷിലൊന്ന് ആക്കി നോക്കിയേ. ഞാൻ, ഐ, എൻ്റെ, മൈ, സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുടെ കൂടെ, വിത്ത്, പുറത്തേക്ക്, ഔട്ട്, പോകുവാൻ, ടു ഗോ, തീരുമാനിച്ചു, ഡിസൈഡഡ്.
അപ്പം ഞാൻ ആ മലയാളം വാക്ക് ഒരു സെൻറ്റൻസിൽ ഓരോ വാക്കുകളുമാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞത്. ഇനി ആ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മളതൊന്ന് ഓർഡറിലാക്കിയത്? ഐ ഡിസൈഡഡ് ടു ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതൊന്ന് നമ്മളിപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ. ആൻഡ് വി ഹാവ് ഇനിയുണ്ട്, കുറേ ദിവസങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം, പതുക്കെ പതുക്കെ പഠിക്കാം. ഇപ്പം നമുക്ക് കുറച്ച് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ ബൈ ഹാർട്ടായിട്ടുണ്ടാവും. വേക്കപ്പ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ? ആ ഒരു വാക്ക് മതി. അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു വാക്കുണ്ടല്ലോ, ഡിസൈഡഡ്. നല്ലൊരു വാക്കല്ലേ? തീരുമാനിച്ചു. ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം. ഡിസൈഡഡ് കഴിഞ്ഞുപോയി, തീരുമാനിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഗോ എന്നല്ല ഞാൻ പറഞ്ഞത്, പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുവാൻ എന്ന ആ വാക്ക് ഗോ എന്നല്ല ഞാൻ പറഞ്ഞത്, ടു ഗോ. ഓക്കെ, ടു ഗോ അത് പഠിച്ചു വെച്ചോട്ടാ. നിങ്ങൾക്ക് ഗോ അറിയാം, ടു ഗോ എന്നുള്ളത് അറിയാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. പോകുവാൻ എന്നാണെങ്കിൽ ടു ഗോ. പിന്നെ അറിയാം പുറത്തേക്ക്, എന്താ ഔട്ട്. വിത്ത് മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ. ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങളത് എഴുതി കഴിയുമ്പോൾ സബ്ജക്റ്റ് ഏതാ, ഐ ആണോ മൈ ആണോ, കൺഫ്യൂഷനായോ? ഇല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം ഐ ആണ് ഇവിടെ ഫസ്റ്റ് വരേണ്ടത് അല്ലേ? മൈ എന്ന് പറയുമ്പോൾ എൻ്റേന്നായി, ഐ എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ്. ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാനാണ് പുറത്തേക്ക് പോകാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തീരുമാനിച്ചത്. റെഡി? അപ്പോൾ ഐ ഫസ്റ്റ് എഴുതി, സബ്ജക്റ്റാണ്. ഡിസൈഡഡ് എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ, അത്രയൊക്കെ എഴുതിയില്ലേ? ഒരു കാര്യം കൂടിയും പറയാം, ബോറടിക്കുന്നുണ്ടോ? ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതൊന്ന് ഫോമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇവിടെ കുറേ അധികം വാക്കുകളുണ്ട്, അപ്പോൾ ഒന്ന് ഓർഡറിലാക്കാൻ ചെറിയ പ്രയാസം ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താ ടു ഗോ ഔട്ട് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ് വന്നത്? കാരണം ഐ സബ്ജക്റ്റ് നമ്മൾ ആദ്യം തന്നെ എഴുതണം, ഡിസൈഡഡ് വെർബാണ് സെക്കൻഡ് എഴുതണം. അത്രയും ക്ലിയറായി. ഐ ഡിസൈഡഡ്. ഇനി ഐ ഡിസൈഡഡ് എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം, എന്താണ് ഡിസൈഡഡ്? നമ്മൾ എന്ത് തീരുമാനിച്ചു? എന്താണ് ഇവിടെ തീരുമാനിച്ചത്? തീരുമാനിച്ചത് പുറത്തേക്ക് പോകാൻ, അതല്ലേ നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു വാക്ക് പിന്നീട് വരുന്നത്. മീൻസ് ഇതിൻ്റെ തൊട്ട് പിന്നാലേക്ക് നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് വന്നത്. ഞാൻ എന്താണ് തീരുമാനിച്ചത്? ടു ഗോ ഔട്ട്, പുറത്തേക്ക് പോകാൻ. ഓക്കെ, അതിന് ശേഷം വരുന്ന എക്സ്ട്രാ ഡീറ്റെയിൽസ് ആണ് വിത്ത് മൈ ഫ്രണ്ട്സ്. നീ ആരുടെ കൂടെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചേ എന്ന് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് വിത്ത് മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ അതൊരു അഡീഷണലായിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് ശേഷം എന്തുണ്ടായത്? ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കിക്കേ. ഞങ്ങൾ, വി, അടുത്തുള്ള, നിയർ ബൈ, പാർക്കിലേക്ക്, ടു പാർക്ക്, പോയി, വെൻറ്റ്. വി വെൻറ്റ് ടു എ പാർക്ക് നിയർ ബൈ. ഈ സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു വി, അതിനുശേഷം വെർബ് എഴുതുന്നു. വെർബ് എന്ന് പറയുന്നത് പോവുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, ഗോ. ഈ ഗോ എന്ന് പറയുന്നത് പോവുക എന്നാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇനി പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ്, കഴിഞ്ഞു പോയതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വെൻറ്റ്, അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാക്ക് പഠിച്ചു വെച്ചോ, വെൻറ്റ്. വി വെൻറ്റ്, പിന്നെന്താ എഴുതണ്ടേ? വി വെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് ചെയ്യാനായിട്ട്? ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങോട്ട് പോയി? വി വെൻറ്റ്, ഞങ്ങൾ പോയി. എവിടേക്ക് പോയി? എവിടേക്കാണ് പോയേ?
ടു എ പാർക്ക് എന്നുവെച്ചാൽ പാർക്കിലോട്ട് പോയി. എത്ര പാർക്കേ പോയി? ഒരു പാർക്ക് അല്ലേ? അപ്പോൾ ടു എ പാർക്ക്. ഇനി പാർക്കിന് പേരുണ്ട്, ഒരു പർട്ടിക്കുലർ ആണെങ്കിൽ ദാ വരും. അല്ലാത്ത പക്ഷം ഇവിടെ പാർക്കിൻ്റെ പേര് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ടു എ പാർക്ക്. അതിനുശേഷം അടുത്തുള്ള, അതൊരു കോംപ്ലിമെൻ്ററി വേർഡാണ്, എക്സ്ട്രാ വാക്കാണ് അല്ലേ? അടുത്തുള്ളതാണോ അകലെയുള്ളതാണോ എന്നൊക്കെ നമ്മളോട് എക്സ്ട്രാ കാര്യങ്ങളല്ലേ, കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് എഴുതാം, നിയർ ബൈ. നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, വൊക്കാബുലറി. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതാനായിട്ട് അറിയാം. സബ്ജക്റ്റ് എഴുതുക, വെർബ് എഴുതുക. സബ്ജക്റ്റും വെർബ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് എഴുതണം എന്നുള്ളത് നിങ്ങൾ ആ വെർബിനോടൊരു ചോദ്യം ചോദിക്കുക. ആ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരും നെക്സ്റ്റ് വെർബിന് തൊട്ട് പിന്നാലേക്കുള്ള സെൻറ്റൻസിൽ സെൻറ്റൻസിൽ ആ വേർഡ്സുകളായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പുതിയ പുതിയ വാക്കുകൾ കാണുന്നത് പഠിക്കണം. ഗോ അല്ല, വെൻറ്റ്. ഗോ എന്ന് പറയുന്നത് പോവുക, വെൻറ്റ് പോയി. അതിനുശേഷം പിന്നെ എന്തുണ്ടായേ? പാർക്ക് എങ്ങനെയുള്ള പാർക്കായിരുന്നു എന്നുള്ളത് നമുക്ക് എഴുതണ്ടേ? പാർക്ക് പച്ചപ്പും പൂക്കളും നിറഞ്ഞതായിരുന്നു. പാർക്ക് പച്ചപ്പ്, പച്ചപ്പിന് എന്താ പറയുക? ഗ്രീൻ ട്രീസ്, ഗ്രീനറി എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ പൂക്കളും, ഫ്ലവേഴ്സ്, നിറഞ്ഞതായിരുന്നു, ഫുൾ ഓഫ്. ഓക്കെ, നമുക്ക് എഴുതാം. ഇവിടെ ദ പാർക്ക് എന്നെഴുതി. ഇനി നമുക്കറിയാം ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ്. നിറഞ്ഞതായിരുന്നു. ആ ആയിരുന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനും നമുക്കൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്, വാസ്. അപ്പോൾ അങ്ങനെ വരുന്ന ഈസ്, വാസ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റാണ് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ സബ്ജക്റ്റിന് തൊട്ട് പിന്നാലെ അങ്ങനെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ വെക്കണം. ഈസ്, ആർ, വേർ. ഓക്കെ, വാസ്. അപ്പോൾ ദ പാർക്ക് വാസ്, പിന്നെന്താ? ഫുൾ ഓഫ് ഗ്രീൻ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ഇവിടെ എന്താ വയ്ക്കേണ്ടത്? ഗ്രീൻ ട്രീസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും നിറഞ്ഞതായിരുന്നു അല്ലേ? അപ്പം നിറഞ്ഞതായിരുന്നു, ഫുൾ ഓഫ്. ഫുൾ ഓഫ് എന്താണ്? ദ പാർക്ക് വാസ് ഫുൾ ഓഫ്, അതാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ദ പാർക്ക് വാസ് ഫുൾ ഓഫ് എന്താണ്? പാർക്കിലുണ്ടായിരുന്ന സാധനങ്ങൾ, ഗ്രീൻ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ക്ലിയർ ആയോ? ഇവിടെ ആൻഡ് വെച്ചത് കണ്ടോ? കാരണം രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആൻഡും കൂടി വെക്കണം. നെക്സ്റ്റ് വൺ, ഞങ്ങൾ കളികളും കളിച്ചു വളരെ ചിരിക്കുകയും ചെയ്തു. ഇതെന്തൊരു സെൻറ്റൻസാല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സെൻറ്റൻസ് ഫോം ചെയ്തതാണ്. കളികൾ, ഞങ്ങൾ കളികളും കളിച്ചു വളരെ ചിരിക്കുകയും ചെയ്തു. ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് പറ്റുമോ അത് എഴുതാനെന്ന്? ഈ സെൻറ്റൻസ് എത്ര പേര് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ, വി. കളികൾ, ഗെയിംസ്. കളിച്ചു, പ്ലേഡ്. പിന്നെന്താ ചെയ്തത്? ഞങ്ങൾ ചിരിച്ചു അല്ലേ? വളരെയധികം ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. എ ലോട്ട്, കുറേ അല്ലെങ്കിൽ വളരെയധികം എന്ന് പറയുന്നത് എ ലോട്ട്. പിന്നെ ചിരിച്ചു, ലാഫ്ഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ട് വെർബുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പ്ലേഡ്. പ്ലേഡ് എന്ന് പറഞ്ഞ ഒരു വെർബാണ്.
ലാഫ്ഡ് ചിരിച്ചു. ചിരിക്കുന്നത് ഒരു വെർബാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിൽ ഏത് വെർബ് നമ്മൾ ആദ്യം വെക്കും? സബ്ജക്റ്റിന് തൊട്ട് നമ്മളൊരു സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബാണ് വെക്കേണ്ടത്. ഏത് വെർബാണ് വെക്കുക? ലാഫ്ഡ് ആണോ പ്ലേഡ് ആണോ? ഞാനിവിടെ പ്ലേഡ് ആണ് വെച്ചത്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ കളിച്ചു എന്നാണ്. അപ്പോൾ ഞങ്ങൾ കളിച്ചു എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയും പറയാം, വി ലാഫ്ഡ് എ ലോട്ട് ആൻഡ് പ്ലേഡ് ഗെയിംസ്. രണ്ടും ശരിയാണ്, തെറ്റൊന്നുമില്ല. നമുക്ക് സബ്ജക്റ്റിന് ശേഷം വെർബ് വയ്ക്കണം എന്നേ ഉള്ളൂ. അത് ലാഫ്ഡാണ് വെക്കുന്നതെങ്കിൽ വി ലാഫ്ഡിൻ്റെ കൂടെ വരുന്നതാണ് ധാരാളം, ഒത്തിരി കുറേ ചിരിച്ചു എന്ന് പറയുന്നില്ലേ, എ ലോട്ട്. അല്ലെ നമ്മൾ പ്ലേഡാണ് വെക്കുന്നതെങ്കിൽ പ്ലേഡാണ് പ്ലേഡിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണല്ലോ, എന്ത് കളിച്ചു? അതിൻ്റെ ആൻസറാണ് ഗെയിംസ്. അപ്പോൾ വി പ്ലേഡ് ഗെയിംസ് ആൻഡ്, അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കണം അല്ലേ? രണ്ട് സെൻറ്റൻസുകളാണിത്. അപ്പോൾ അതിനൊന്ന് കൂട്ടിമുട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പലഹാരങ്ങൾ കഴിച്ചു. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ വി പലഹാരങ്ങൾ സ്നാക്സ് കഴിച്ചു എയ്റ്റ്. കുറച്ച് എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് പലഹാരങ്ങൾ, സം സ്നാക്സ്. ഈ ഒരു സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റായിട്ടുള്ള വി അല്ല ഞാൻ എഴുതിയത്. ശരിക്കും ഇതിൽ ഏതാ സബ്ജക്റ്റായിട്ട് വരുന്നത്? വി ആണ്. ഐ, വി, ഹി, ഷീ ഇതൊക്കെ സബ്ജക്റ്റുകളാണ്, പേരുകളൊക്കെ സബ്ജക്റ്റാണ്. പക്ഷെ ഞാനിവിടെ സബ്ജക്റ്റ് വി ആണ്, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഞാൻ അവിടെ എഴുതിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ് സെൻറ്റൻസിൽ വൺ ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം. ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വൺ ഡേ എന്നാണ് എഴുതിയത്, സബ്ജക്റ്റ് അല്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതിന് ശേഷം അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം അതാണ് എഴുതുന്നത്, അതിന് ശേഷമാണ് പിന്നെ സബ്ജക്റ്റ് എഴുതുന്നത്. ആഫ്റ്റർ ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ എഴുതുകയാണെങ്കിൽ നിങ്ങളൊരു കോമ ഇടാൻ ശ്രദ്ധിക്കണം. അല്ല നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ വെറുതെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്പേസ് ഇട്ട് പറഞ്ഞാൽ മതി. ആഫ്റ്റർ ദാറ്റ് വി എയ്റ്റ് സം സ്നാക്സ്. വി എയ്റ്റ് ഭക്ഷണം കഴിക്കുക, സ്നാക്സ് കഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഈറ്റ്. കഴിച്ചു എയ്റ്റ്. ഇതൊന്ന് എഴുതി വെക്കുന്നുണ്ടോ? പഠിക്കാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ എഴുതണം കേട്ടോ. ഈറ്റിൻ്റെ പാസ്റ്റ് എയ്റ്റ്, കഴിഞ്ഞുപോയി. ഓക്കെ, എയ്റ്റ്. നെക്സ്റ്റ് വൺ, ഞാൻ വളരെ ആശ്വാസവും സന്തോഷവും അനുഭവിച്ചു. ഇവിടെ ശ്രദ്ധിച്ചെഴുതണേ. ഞാൻ വളരെ ആശ്വാസവും സന്തോഷവും അനുഭവിച്ചു. ഓരോ വാക്ക് പിക്ക് ചെയ്തിട്ട് ഓരോ വാക്കിൻ്റെയും ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി നോക്കിയേ. ഞാൻ, ഐ, വളരെ, വെരി. സന്തോഷം, ഹാപ്പി. സന്തോഷവും പിന്നെന്താ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞേ, ആശ്വാസം റിലാക്സ്ഡ്. അനുഭവിച്ചു, ഫെൽറ്റ്. സബ്ജക്റ്റ് ഐ, പിന്നെ അതിൽ കാണുന്ന വെർബ് ഏതായിരിക്കും വെർബായിട്ട് വരുന്നത്? ഫെൽറ്റാണ് വെർബായിട്ട് വരിക. എന്ത് ഫെൽറ്റ് എന്ന് പറയുന്നത്?
പലർക്കും അറിയില്ലായിരിക്കും, അറിയാത്തവർ നോട്ട് ചെയ്യണം കേട്ടോ. ഫീൽ, എനിക്ക് അനുഭവിച്ചു. അനുഭവം എന്ന് പറയുന്നത് ഫീലാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത് പറയാം. ഓക്കെ, ഫെൽറ്റ് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല, എക്സ്പീരിയൻസ് എന്ന് പറയാം, കുഴപ്പമില്ല. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് അല്ല, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് എന്ന് വെച്ചാൽ പാസ്റ്റാണ്. ഇവിടെ ഫീൽ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റാണ്, പാസ്റ്റ് ടെൻസാണ് ഫെൽറ്റ്. അപ്പോൾ ഐ ഫെൽറ്റ്, ഇന്ന് അതിനോടൊരു ചോദ്യം ചോദിച്ചാൽ ഐ ഫെൽറ്റ്, ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു. എന്താണ് അനുഭവിച്ചത്? അതിൻ്റെ ആൻസറായിട്ട് വരും എന്താണ് അനുഭവിച്ചത്? സന്തോഷവും ആശ്വാസവും. ആശ്വാസത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? റിലാക്സ്ഡ്, വളരെ ആശ്വാസം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെരി വെരി റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി, വളരെ സന്തോഷം, വളരെ ആശ്വാസം, അങ്ങനെ അങ്ങനെ എടുത്ത് എഴുതണോ? വെരി ഹാപ്പി, വെരി റിലാക്സ്ഡ്, നോ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. വെരി ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് എന്ന് എഴുതിയാലും ശരിയാണ്, വെരി റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി എന്ന് എഴുതിയാലും ശരിയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആൻഡ് എന്ന പദം ഉപയോഗിച്ച് അതിന് രണ്ടിനെയും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്, റിലാക്സ്ഡിനെയും ഹാപ്പിയെയും. ഓക്കെ. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം ഈവനിങ്, വീട്ടിലേക്ക് ഹോം, മടങ്ങി റിട്ടേൺഡ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഈവനിങ്ങിന് മുൻപായിട്ട് ഇന്ത ഉപയോഗിക്കണം, മോർണിംഗിന് മുൻപായിട്ട് ഇന്ത, ആഫ്റ്റർനൂണിന് മുൻപായിട്ട് ഇന്ത. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ ദി ഈവനിങ് പിന്നെ വരുന്നതാണ് ഐ. ഞാൻ റിട്ടേൺഡ് ഹോം, ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിട്ട് തോന്നാം, കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ആദ്യം എന്ത് വെക്കണം? സബ്ജക്റ്റ് വെക്കണം. ഇനി സബ്ജക്റ്റാണ് ആദ്യം വെച്ചതെങ്കിൽ ഐ, എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെ എഴുതണം? ഐ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെർബ് എഴുതുക. എന്താണ് വെർബ്? ഐ റിട്ടേൺഡ്, ഞാൻ തിരിച്ചു പോന്നു. എവിടേക്ക്? ചോദിക്ക്. ഞാൻ തിരിച്ചു പോന്നു. റിട്ടേൺഡ്, റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിക്കുക. അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസായിട്ട് വെച്ചാൽ കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് റിട്ടേൺഡ്. ഓക്കെ. അപ്പോൾ ഐ റിട്ടേൺഡ് എവിടേക്ക്? എങ്ങോട്ടാണ് പോയത്? ഹോം. അവിടെ നമുക്ക് ആൻസർ വന്നു, ഹോം. അപ്പോൾ ഐ റിട്ടേൺഡ് ഹോം ഇൻ ദി ഈവനിങ്. ഇൻ ദി ഈവനിങ് അഡീഷണൽ ആയിട്ടുള്ളതാണ്, അത് ലാസ്റ്റ് വയ്ക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്? ഇങ്ങനെയും വയ്ക്കാം, അങ്ങനെയും ഈ സെൻറ്റൻസ് ഫോം ചെയ്ത് എഴുതാം. രണ്ട് രീതിയും നിങ്ങൾക്കൊന്ന് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, എൻ്റെ ദിവസത്തെക്കുറിച്ച് ഞാൻ കുടുംബത്തോട് പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ എഴുതുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ഓരോ വാക്കുകൾ എഴുതി നോക്കൂ. എൻ്റെ, മൈ, ദിവസം, ദിവസത്തെ, ഡേ, കുറിച്ച്, എബൌട്ട്, ഞാൻ, ഐ, കുടുംബത്തോട്, എൻ്റെ കുടുംബത്തോട് എന്നുണ്ട്. അപ്പോൾ മൈ ഫാമിലി, ഞാൻ പറഞ്ഞു, ഞാൻ, ഐ പറഞ്ഞു, ടോൾഡ്. ഐയുണ്ട്, മൈയുണ്ട്, പിന്നെയും ഒരു മൈയുണ്ട്. അപ്പോൾ ഇതിലേതാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്? ഐ തന്നെയാണ് അല്ലേ. ഇനി ഏതാണ് വെർബായിട്ട് വരിക? ഞാൻ പറഞ്ഞു
അല്ലേ? അതാണ് പ്രവൃത്തി. ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നത്. പറയുക, തിന്നുക, ഓടുക, ചാടുക, വീഴുക, സ്വപ്നം കാണുക. സ്വപ്നം ഒരു വെർബല്ല, സ്വപ്നം കാണുകയാണ് അവിടെ വെർബായിട്ട് വരിക. അങ്ങനെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഐ ടോൾഡ്. പറഞ്ഞു എന്നതിൻ്റെ ഇംഗ്ലീഷ് ടെൽ എന്ന് ചിലരെഴുതും, സേ എന്ന് ചിലരെഴുതാം. അതിനൊക്കെ വ്യത്യാസമുണ്ട്. സേ അല്ല ഇവിടെ സേ എഴുതുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സെഡ് ടു മൈ ഫാമിലി, ഓക്കെ, അങ്ങനെയും എഴുതാം. പക്ഷേ ഇത്തിരിയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഐ ടോൾഡ്. ടെല്ലിൻ്റെ പാസ്റ്റാണ് ടോൾഡ്. അപ്പോൾ ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? മൈ ഫാമിലി, എൻ്റെ ഫാമിലിയോട് പറഞ്ഞു. എന്തിനെ കുറിച്ച് പറഞ്ഞു? എബൌട്ട് മൈ ഡേ. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ചാണ്. എബൌട്ട് മൈ ഡേ, എൻ്റെ ദിവസത്തെക്കുറിച്ച് എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചത് ആ ടോൾഡിനോട് അല്ലെങ്കിൽ ആ വെർബിനോട് ഞാൻ എങ്ങനെയാണ് ചോദിച്ചത്? ആരോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആരോടിന് പകരം എന്ത് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും ആൻസറായിട്ട് വരിക? എബൌട്ട് മൈ ഡേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു സെൻറ്റൻസ് എഴുതുക? ഐ ടോൾഡ് എബൌട്ട് മൈ ഡേ മൈ ഫാമിലി. തെറ്റാണത്. അപ്പോൾ എന്താണ് ശരി? ഐ ടോൾഡ് എബൌട്ട് മൈ ഡേ ടു മൈ ഫാമിലി. ഒരു ടു വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ടു എന്ന് പറഞ്ഞാൽ ടു മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയോട്. ഓക്കെ, അപ്പോൾ അതിനേക്കാട്ടിലും ഉചിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടു ഒന്നും ചേർക്കാത്തൊരു സെൻറ്റൻസാണ് ഇത്. അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഐ ടോൾഡ് എബൌട്ട് മൈ ഡേ ടു മൈ ഫാമിലി, അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായിരുന്നു. കുറച്ചും കൂടി ഞാൻ സെൻറ്റൻസ് ഇങ്ങനെ വാക്കുകൾ കൂട്ടി തരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മടി വിചാരിക്കല്ലേ, എഴുതി നോക്ക്. 1 മണിക്കൂർ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യണ്ടേ? സ്പെൻഡ് ചെയ്ത് പഠിക്കാം. അത്, ഇറ്റ്, എൻ്റെ, മൈ, ജീവിതത്തിലെ, ലൈഫ്. ഏറ്റവും, വെരി, നല്ല, ഗുഡ്, ദിവസം, ഡേ, ആയിരുന്നു, വാസ്. ഇവിടെ നമുക്ക് ഓർഡറിൽ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇറ്റ്, ഇവിടെ ഞാൻ ഒരു വെരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇവിടെ അതല്ല വെക്കേണ്ടത്. എന്താ പറഞ്ഞേ? അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആൻസറാണ് കേട്ടോ. നന്നായി ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലാകെ ഒരു ദിവസമാണോ നമുക്കുള്ളത്? അല്ല, കുറേ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു ഇത്. ഓക്കെ, പർട്ടിക്കുലർലി കുറേ ദിവസങ്ങളിൽ ഒരു ദിവസം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, കുറേ എണ്ണത്തിൽ ഒരെണ്ണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കും, വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല ദിവസങ്ങളിൽ ഒരു ദിവസം, അല്ല കുറേ ദിവസങ്ങളിൽ ഒരു ദിവസം. വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, ഒരെണ്ണമായിരുന്നു അതിൽ നല്ലത് എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഫസ്റ്റ് നമുക്ക് വെക്കാനുള്ള സബ്ജക്റ്റ് ഇറ്റ് തന്നെയാണ്. അതിനുശേഷം നമുക്ക് വാസ് ഉണ്ട് വെക്കാൻ. അപ്പോൾ വാസ് വെച്ചു. ആയിരുന്നു എന്നൊരു സെൻറ്റൻസിൽ പറയുന്നുണ്ടല്ലോ, അതാണ് വാസ്. ഇറ്റ് വാസ്, ഇതായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു. എന്തായിരുന്നു? വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ്. ഓക്കെ, ഏറ്റവും നല്ല ഒരു ദിവസം. ഓഫ് മൈ ലൈഫ്,
എൻ്റെ ജീവിതത്തിൽ. ഇവിടെ ഒരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. ആദ്യം മലയാളം എഴുതുന്നതിന് പകരം ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയാലോ. ആഫ്റ്റർ റീച്ചിങ് ഹോം ഐ ടുക്ക് സം റെസ്റ്റ്. ഇതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആഫ്റ്റർ റീച്ചിങ് ഹോം, ആഫ്റ്റർ റീച്ചിങ് ഹോം ഐ ടുക്ക് സം റെസ്റ്റ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, റീച്ചിങ് ഹോം, റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുക. അപ്പോൾ ആഫ്റ്റർ എന്ന് പറഞ്ഞു ശേഷം, പിന്നെ റീച്ചിങ് എന്ന് പറഞ്ഞാൽ എത്തുക, ഹോം വീട്, ഐ ടുക്ക് റെസ്റ്റ് എന്നല്ലേ. അപ്പോൾ ഞാൻ, ടുക്ക് ടേക്ക് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ടുക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു, റെസ്റ്റ് വിശ്രമിച്ചു. റെസ്റ്റിൻ്റെ പ്രസൻറ്റും പാസ്റ്റും ഒക്കെ റെസ്റ്റ് തന്നെയാണ്. റെസ്റ്റഡ് എന്ന് പറയില്ല. റെസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ച് വിശ്രമിച്ചു. അപ്പോൾ ഇപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത്തിരി വേഗതയിൽ നമുക്ക് മുന്നോട്ട് പോയാലോ. തുടർന്ന് ഞാൻ അമ്മയെ അടുക്കളയിൽ സഹായിച്ചു. എങ്ങനെ പറയാം? തുടർന്ന് ഞാൻ അമ്മയെ അടുക്കളയിൽ സഹായിച്ചു. തുടർന്ന് അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറയില്ലേ, അതിന് ഉപയോഗിക്കുന്നതാണ് ദെൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് എഴുതുക. ഐ സഹായിച്ചു, ഹെൽപ്പ് പ്രസൻ്റ് ആണ്, ഹെൽപ്ഡ് കഴിഞ്ഞു പോയി, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഹെൽപ്ഡ് മൈ മദർ. നമുക്ക് വേണമെങ്കിൽ ചോദിച്ച് നോക്കാം. ഈ വെർബിനോട് എങ്ങനെ ചോദിക്കാം? ദെൻ ഐ ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചു. ആരെ സഹായിച്ചു? ആൻസർ ഉണ്ട്. എന്താ ആരെ സഹായിച്ചു? മൈ മദർ. എവിടെ സഹായിച്ചു? ഇൻ ദ കിച്ചൺ. ഓക്കെ, അതവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല, ചോദിക്കേണ്ടി വരുന്നില്ല. നിങ്ങൾക്കത് ലാസ്റ്റത്തെ കോംപ്ലിമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ ബാക്കി കാണുന്ന വരികൾ എടുത്ത് എഴുതാം. ഇൻ ദ കിച്ചൺ. ഓക്കെ, കിച്ചണിൽ ഇന്ത എന്ന് വായിക്കുന്നത് എന്തുകൊണ്ടാണ്? കിച്ചണിൽ എന്ന് പറഞ്ഞില്ലേ, കിച്ചണിൽ അടുക്കളയിൽ എന്ന് പറയുന്ന ആ ഒരു ഇല്ലാണ് ഇന്ത. ഞങ്ങൾ ചേർന്ന് രുചികരമായ അത്താഴം തയ്യാറാക്കി. അത്താഴം എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞത്തെ വൈകുന്നേരത്തെ രാത്രിയിലെ ഫുഡിനെയാണ് അത്താഴം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്. എഴുതി നോക്കുക, അതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ, വി. ചേർന്ന്, ടുഗെദർ. ചേർന്ന് എന്ന് പറയുന്നത് ഒരുമിച്ച്. ഓക്കെ, ഒരുമിച്ച് എന്ന് പറയുന്നത് ടുഗെദർ. ഞങ്ങൾ ചേർന്ന് രുചികരമായ അത്താഴം തയ്യാറാക്കി. രുചികരം, ഡെലീഷ്യസ് എന്ന് പറയാം, ടേസ്റ്റി എന്ന് പറയാം. ഓക്കെ, അത്താഴം, ഡിന്നർ, ഉണ്ടാക്കി, പ്രിപ്പയർഡ്. ചിലർ മെയ്ഡ് എന്നൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഉണ്ടാക്കി എന്നതിന്. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർഡറിലാക്കി പഠിക്കാം. ഇതിൽ സബ്ജക്റ്റ് വരുന്നത് വി ആണ്. അതിൽ വെർബായിട്ട് വരുന്നത് പ്രിപ്പയർഡ് ആണ്. പ്രിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരിക പ്രിപ്പയർഡ്. അപ്പോൾ ഞങ്ങളുണ്ടാക്കി. എന്തുണ്ടാക്കി? ഡെലീഷ്യസ് ഡിന്നറാണ് ഇവിടെ രാത്രിയിലെ ഭക്ഷണത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. മോർണിംഗിലോ
ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കോ ലഞ്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റാണ്, ഉച്ചയ്ക്ക് ലഞ്ചാണ്, വൈകിട്ട് ഡിന്നറാണ്. ഓക്കെ, അപ്പോൾ വി പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് ഡിന്നർ. പിന്നെ ബാക്കിയുള്ളത് ലാസ്റ്റ് എഴുതുക. എന്താ ഞാൻ പറഞ്ഞു, ചിലവരെങ്കിലും ഉണ്ടാക്കി എന്നൊരു വാക്ക് കണ്ടപ്പോൾ മെയ്ക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. മെയ്ക്കിൻ്റെ പാസ്റ്റ് മെയ്ഡ് എന്ന് എഴുതിയവരുണ്ടാവും. അത് തെറ്റില്ല കേട്ടോ. മേക്ക് എന്നല്ല, മെയ്ഡ് എന്ന് എഴുതിയവർ തെറ്റില്ല. കാരണം വി മെയ്ഡ് എ ഡെലീഷ്യസ് ഡിന്നർ ടുഗെദർ, അതും ശരിയാണ്. കുറച്ചും കൂടി ബെറ്റർ വേർഷനാണ് വി പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് ഡിന്നർ ടുഗെദർ. ഇനി ഡെലീഷ്യസിന് പകരം ടേസ്റ്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, അതും ശരിയാണ്. നെക്സ്റ്റ് വൺ, ഞാൻ കുടുംബത്തോടൊപ്പം സംസാരിക്കുന്നത് ആസ്വദിച്ചു. ഞാൻ ഐ, കുടുംബത്തോടൊപ്പം, കുടുംബം ഫാമിലി, ഒപ്പം വിത്ത്, സംസാരിക്കുന്നത് ടോക്കിംഗ്, ആസ്വദിച്ചു എൻജോയ്ഡ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഐ, പിന്നെ എൻജോയ്ഡ് ഉണ്ട്, ടോക്കിംഗ് ഉണ്ട്. ഈ രണ്ട് വാക്കുകളും കണ്ടിട്ട് ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇങ്ങനെയല്ലല്ലോ എഴുതണ്ടേ അല്ലേ? ആകെപ്പാടെ കൺഫ്യൂഷനായി. എന്താ അവിടെ കൺഫ്യൂഷൻ? ഒരെണ്ണത്തിൽ ED ഉണ്ട്, ഒരെണ്ണത്തിൽ ING ഉണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? അതുപോലെ രണ്ട് വെർബുകളാണ്. എൻജോയ് ചെയ്യുന്നതും വെർബാണ്, ടോക്കിങ്ങും വെർബാണ്. ഇതെന്തുകൊണ്ട് എൻജോയ് തന്നെ ആദ്യം എടുത്തുകൊണ്ട് വെച്ചു? ടോക്കിംഗ് വെക്കായിരുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു മലയാളം സെൻറ്റൻസ് നോക്കിയിട്ട് വേണം ഇംഗ്ലീഷ് സെൻറ്റൻസ് നമുക്കൊന്ന് ശരിയാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മലയാളത്തിൽ പറഞ്ഞേ? ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സംസാരിക്കുന്നത് ആസ്വദിച്ചു. ഇവിടെ ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അതാണ് എന്തായിട്ട് വരേണ്ടത്? വെർബായിട്ട് വരേണ്ടത്. സംസാരിക്കുന്നതുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ സംസാരിക്കുന്നതിനേക്കാട്ടിലും ഉപരി ആസ്വദിച്ചു എന്ന് പറയുന്നതിലാണ് വെർബായിട്ടുള്ള ഒരു കണ്ടൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ഐ എൻജോയ്ഡ്, പിന്നെ ഐ എൻജോയ്ഡ്, എന്താണ് എൻജോയ് ചെയ്തത്? ആ വെർബിനോടൊരു ചോദ്യം ചോദിക്കുക, എന്താണ് എൻജോയ് ചെയ്തത്? അപ്പോൾ വെർബ് എന്ത് ആൻസറാണ് പറയേണ്ടത്? ഐ എൻജോയ്ഡ് എന്താ എൻജോയ് ചെയ്തത്? ടോക്കിംഗ് വിത്ത് മൈ ഫാമിലി, ടോക്ക്ഡ് വിത്ത് മൈ ഫാമിലി എന്ന് പറയുമോ? തെറ്റാണ്. ടോക്കിംഗ് വിത്ത് മൈ ഫാമിലി, ടോക്കിംഗ് വിത്ത് മൈ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതല്ല, നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴും ഞാൻ ആസ്വദിച്ചു. എന്താണ് ആസ്വദിക്കുന്നത്? ഞാനിപ്പോഴും എന്തിലാണ്? അത് കഴിഞ്ഞു പോയിട്ടില്ല. ഫാമിലിയോട് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു ING ഫോം. അത് കഴിഞ്ഞു പോയതല്ല, അത് എൻ്റെ വീട്ടിൽ ഞാനാണ്. അപ്പം ഞാനിപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സോ അവിടെ നമുക്ക് ING എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ING ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് ടെൻസാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഐ എൻജോയ്ഡ്, ഞാൻ എൻജോയ് ചെയ്തു. എന്താണ് എൻജോയ് ചെയ്തത്? ടോക്കിംഗ് ആണ് എൻജോയ് ചെയ്തത്, സംസാരിക്കുന്നതാണ് എൻജോയ് ചെയ്യുന്നത്. ആരുടെ കൂടെ സംസാരിക്കുന്നത്? വിത്ത് മൈ ഫാമിലി, എൻ്റെ ഫാമിലിയുടെ കൂടെ. ഒപ്പം, കൂടെ എന്ന വാക്കുകൾ വരുമ്പോൾ വിത്താണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് സെൻറ്റൻസ്, തുടർന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഗീതം കേട്ടു. തുടർന്ന് അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ലേറ്റർ എന്ന് പറയുന്നത് അതിന് ശേഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ശേഷം, അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നതിന് ലേറ്റർ. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ദെന്ന് നമുക്കിവിടെ പറയാം, ലേറ്റർ എന്ന് പറയാം. ഒക്കെ ശരിയായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് കേട്ടോ. മലയാളത്തിലായാലും നമ്മൾ പറയില്ലേ? അത് കഴിഞ്ഞിട്ട്
പിന്നെ അതിന് ശേഷം ഇതൊക്കെ ഒരേ അർത്ഥമാണ്. അപ്പോൾ ലേറ്റർ അല്ലെങ്കിൽ ദെൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഗീതം കേട്ടു. കേട്ടു ആണ് ഇവിടെ വെർബായിട്ട് വരുന്നത്, പ്രവൃത്തിയായിട്ട് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം അത് വയ്ക്കുക. ഐ ലിസൺഡ്. കേട്ടു എന്ന് പറയുന്നത് ഹിയർ എന്ന് പറയും. ഓക്കെ, പക്ഷെ മ്യൂസിക് നമ്മൾ ഹിയർ അല്ല ചെയ്യുന്നത്, ലിസൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിൽ മുഴുങ്ങിയിരിക്കുക. അതൊക്കെ കേട്ടു എന്ന് പറയുന്നത് മലയാളത്തിൽ കേട്ടു എന്ന് തന്നെയാണ് പറയുക. എങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഹിയറിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു വേർഷനായിട്ട് വരിക. സംഗീതമൊക്കെ കേട്ടു എന്ന് പറയുമ്പോൾ ലിസൺഡ്. ഓക്കെ, ഐ ലിസൺഡ്. ലിസൺ എന്നാണ് പ്രസൻറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ ഐ ലിസൺഡ്. എന്താണ് ലിസൺ ചെയ്തത്? എന്താണ് ഞാൻ കേട്ടത്? ഐ ലിസൺ ടു മൈ ഫേവറേറ്റ് മ്യൂസിക്. എൻ്റെ ഫേവറേറ്റ് മ്യൂസിക്കാണ് ഞാൻ ലിസൺ ചെയ്തത് അല്ലേ. അപ്പോൾ ടു മൈ ഫേവറേറ്റ് മ്യൂസിക്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഞാൻ ഒരു ചെറു സിനിമയും കണ്ടു. ചെറു എന്ന് പറയുന്നത് ചെറിയ. ഓക്കെ, ഞാനൊരു ചെറു സിനിമയും കണ്ടു. കണ്ടു ആണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഐ, കണ്ടു ഐ സോ, അല്ലെങ്കിൽ ഐ വാച്ച്ഡ്. വാച്ച്ഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ വാച്ച് ചെയ്തു എന്നല്ലേ പറയാം, ഞാൻ കണ്ടു, സിനിമയല്ലേ. അപ്പോൾ ഞാൻ കണ്ടു, എന്ത് കണ്ടു? ഷോർട്ട് മൂവി അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് മൂവിയും കണ്ടു. ആ ഒരു യും എന്ന് പറഞ്ഞില്ല വെച്ച് കഴിഞ്ഞാൽ അതും കൂടിയും കണ്ടു എന്ന് പറയുന്നത് അതാണ് ഓൾസോ. ഐ ഓൾസോ മീൻസ് അതും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ ഓൾസോ വരും. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അതും ചെയ്തു എന്ന് പറയുന്ന ഒരു അതും എന്ന് കൂടി ചേർക്കുന്നതാണ് ഐ ഓൾസോ. ഐ ഓൾസോ വാച്ച്ഡ് എ ഷോർട്ട് മൂവി. മുന്നേ പറഞ്ഞ ഒരു സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ വളരെ ശാന്തവും ആശ്വാസകരവുമായ അനുഭവം നേടി. നേരത്തെ പറഞ്ഞത് സന്തോഷമാണ്, ഇപ്പോൾ ശാന്തം ആണ് തരുന്നത്. ഒന്ന് എഴുതി നോക്കിയേ. നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, ഐ ഫെൽറ്റ് അനുഭവം, ഫെൽറ്റ് ഫീൽ, ഫെൽറ്റ്. ഐ ഫെൽറ്റ് വെരി പീസ്ഫുൾ. നേരത്തെ നമ്മൾ സന്തോഷം ഹാപ്പി പറഞ്ഞു, ഇവിടെ ശാന്തം, ശാന്തത അല്ലെങ്കിൽ സമാധാനം. അപ്പോൾ പീസ്ഫുൾ. ഐ ഫെൽറ്റ് വെരി പീസ്ഫുൾ ആൻഡ് റിലാക്സ്ഡ്. ഈ മനോഹരമായ ദിവസത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഈ മനോഹരമായ ദിവസം എന്നുവെച്ചാൽ ദ ബ്യൂട്ടിഫുൾ ഡേ. ഇവിടെ നമ്മളൊരു പർട്ടിക്കുലറായിട്ട് ഈ ദിവസത്തിനെയാണ് നമ്മൾ പറയുന്നത്, ഇന്നത്തെ ദിവസത്തിനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദ ഉപയോഗിക്കുന്നത്. ഒരു എന്നല്ല പറയുന്നത്. ഒരു ആണെങ്കിൽ എ വരും. ഇവിടെ ഈ എന്ന് പർട്ടിക്കുലറായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ദിവസത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ദ വയ്ക്കണം. അപ്പോൾ ദ ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ ഐ, പിന്നെ നന്ദി താങ്ക്, പാസ്റ്റ് ആവുമ്പോൾ താങ്ക്ഡ്. ദൈവം ഗോഡ്. നന്ദി പറഞ്ഞു അല്ലേ. ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ടെൽ, ടോൾഡ് ഇതൊക്കെയാണ്. സേ, സെഡ്. അപ്പം നമ്മളിങ്ങനെ കുറേ വാക്കുകൾ എഴുതി, പക്ഷെ ഇത് ഓർഡറിലാക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും. സേ, സെഡ്, ടെല്ല് ഇതൊന്നും നമുക്ക് വേണ്ട. കാരണം എന്താ,
ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇവിടെ എന്താ ചെയ്തേ? നന്ദി പറഞ്ഞു. ഐ സേ താങ്ക്സ് എന്ന് പറയില്ല. അപ്പം എന്താ പിന്നെ മറ്റൊരു വാക്ക് അതിനുള്ളത്? ഐ താങ്ക്ഡ്. ഇവിടെ ഐ താങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറയില്ലേ? നന്ദി. താങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം നമ്മൾ പിന്നെ എടുത്ത് പറഞ്ഞു എന്ന് വേറൊരു വാക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഐ താങ്ക്ഡ്, നന്ദി പറഞ്ഞു എന്നായി അത്. ഓക്കെ, ഐ താങ്ക്ഡ് ആരോട്? ഞാൻ നന്ദി പറഞ്ഞു. ആരോടെ പറഞ്ഞേ? ഐ താങ്ക്ഡ് ഗോഡ്. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. എന്തിന്? ഫോർ ദ ബ്യൂട്ടിഫുൾ ഡേ, നല്ലൊരു ദിവസത്തിന് വേണ്ടി. നെക്സ്റ്റ് വൺ, അടുത്ത ദിവസത്തിനായി ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത, നെക്സ്റ്റ്, ദിവസത്തിനായി ഡേ, ഞാൻ ഐ, ഒരു, എ, പദ്ധതി, പ്ലാൻ, തയ്യാറാക്കി, മെയ്ഡ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് രണ്ടും എഴുതാം. ഇനി ഇതൊന്ന് ഓർഡറിലാക്കിയേ. ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, വെർബ് എന്ന് പറയുന്നത് മെയ്ഡാണ് അല്ലെങ്കിൽ പ്രിപ്പയർഡ്, ഏതായാലും കുഴപ്പമില്ല. ഐ മെയ്ഡ് എ പ്ലാൻ എന്നുവെച്ചാൽ ഐ മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉണ്ടാക്കിയത്, പ്രിപ്പയർ ചെയ്തത്? ഒരു പദ്ധതിയാണ് അല്ലേ? ഐ മെയ്ഡ് എ പ്ലാൻ എന്തിനു വേണ്ടിയാണ്? ഫോർ ദ നെക്സ്റ്റ് ഡേ. ഒടുവിൽ ഞാൻ ഒരു പുഞ്ചിരിയോടെ ഉറങ്ങാൻ പോയി. ഒടുവിൽ അല്ലെങ്കിൽ അവസാനം, ഫൈനലി, ഞാൻ ഐ ഒരു പുഞ്ചിരിയോടെ, എ സ്മൈൽ, ഉറങ്ങാൻ, സ്ലീപ്പ്. സ്ലീപ്പ് വരുമോ? ഇല്ല. ഉറങ്ങാൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ടു സ്ലീപ്പ്. മുന്നും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ടു സ്ലീപ്പ്, ഉറങ്ങാൻ. പോയി. പോയി ഇനി നമ്മൾ ഗോ എന്ന് പറയുമോ? ഇല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വെൻറ്റ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ഫൈനലി, ഐ, ഞാൻ പിന്നെ വെർബ് ഇവിടെ വെൻറ്റ്. ഐ വെൻറ്റ് എന്തിനു പോയി? ടു സ്ലീപ്പ് വിത്ത് എ സ്മൈൽ. കോംപ്ലിമെൻ്ററി ആണത്, വിത്ത് എ സ്മൈൽ. ഓക്കെ, അവിടെ ഫൈനലി നമ്മൾ എന്തുകൊണ്ട് ആദ്യം വെച്ചത് നിങ്ങൾക്കറിയാം. വൺ ഡേ, ഒരു ദിവസം നമ്മൾ ആദ്യം വെച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഫൈനലി എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യമേ വയ്ക്കുകയാണ് നല്ലത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയെ ഒന്ന് വായിച്ച് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഓരോരോ സെൻറ്റൻസ് ആയിട്ടല്ലേ വായിച്ചേ. ഇനി കംപ്ലീറ്റ് ഈ സ്റ്റോറി ഞാൻ ഒരു പ്രാവശ്യം വായിക്കാം, എൻ്റെ ഒപ്പം നിങ്ങളും വായിക്കണം. ഇതിന് ശേഷം എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു സ്റ്റോറി ഇനി ഈ ഒരു പോർഷൻ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാരഗ്രാഫായിട്ട് 2 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ 2 പാരഗ്രാഫ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഓക്കെ, അത് മതിയായിരിക്കും നിങ്ങൾക്കത്. പിന്നെ മലയാളത്തിലോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബൈ ഹാർട്ട് ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്. എന്താണ്? സെൻറ്റൻസസ് ഫോം ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. വൺ ഡേ ഐ woke up very happy. The weather was cool and beautiful. I decided to go out with my friends. We went to a park nearby. The park was full of green trees and flowers. We played games and laughed a lot. After that,
We ate some snacks. I felt very relaxed and happy. In the evening, I returned home. I told my family about my day. It was one of the best days of my life. After reaching home, I took some rest. Then I helped my mother in the kitchen. We prepared a delicious dinner together. I enjoyed talking with my family. Later, I listened to my favorite music. I also watched a short movie. I felt very peaceful and relaxed. I thanked God for the beautiful day. I made a plan for the next day. Finally, I went to sleep with a smile. ഈ സ്റ്റോറി നിങ്ങൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.